പടച്ചവൻ നമുക്ക് നൽകിയ എത്ര വലിയ നിഅമത്താ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാ. മോളെ മുകളിലേക്ക് നോക്കല്ല്, നിന്നെക്കാളും മുകളിലേക്ക് നോക്കല്ല്, നിന്നെക്കാളും മുകളിലുള്ള കൊട്ടാരത്തിലേക്ക് നോക്കല്ല്, പണക്കാരന്റെ ഭാര്യ നോക്കല്ല്. മോളെ നിന്നെക്കാളും താഴേക്ക് നോക്കൂ. ഒരു കൂരയില്ലാത്തവരുണ്ടല്ലോ, കിടക്കാൻ ഒരു വാടക വീടില്ലാത്തവരുണ്ടല്ലോ. അല്ലാഹു നിനക്ക് കൊട്ടാരമല്ലെങ്കിലും ഒരു കുടില് തന്നില്ലേ പെണ്ണ്? എടാ കോടീശ്വരനായ നീ ഇന്ന് ലക്ഷങ്ങളുടെ കടക്കാരനാകാനുള്ള കാരണമെന്തെന്നറിയുവോ? അല്ലാഹു ചെയ്ത നിഅമത്തിനെ നിന്ദിച്ചത് കൊണ്ടാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങൾ ഈ ഭൂമിയിലുണ്ടടാ. അപ്പൊ താഴെ വീണ ഭക്ഷണം അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തല്ലേ? ഭക്ഷണം അല്ല തന്നതല്ലേ? ഭക്ഷണം അല്ല തന്നതല്ലേ? അല്ല തന്നതിനെ നിന്ദിക്കാൻ പാടുണ്ടോ? അല്ല തന്നതിനെ നീ നിന്ദിച്ചപ്പോ ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. നിന്ദിച്ചാൽ അല്ല വെറുതെ വിടില്ല. അല്ല തന്നതിനെ നിന്ദിച്ചാൽ നിന്നെ വെറുതെ വിടില്ലടാ. നിന്റെ നാശത്തിന്റെ കാരണമാ താഴെ വീണ ഭക്ഷണത്തെ നിന്ദിച്ചത് കൊണ്ടാ. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത്, പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമല്ല, ആ കഴിക്കുന്ന ഇതിന്റെ ഇടയിൽ താഴെ വീണ ഭക്ഷണം അത് നീ കഴിക്കണേ. അല്ലാഹു അതില് ബർക്കത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നിന്ദിച്ചാൽ നിന്റെ വീടിന്റെ അകത്ത് നാശമാ. ഇനിയെങ്കിലും പഠിച്ചോ പെങ്ങള്.